ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലെ തുടർ പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വേദ പഠനത്തിൽ നമ്മൾ കാണുകയുണ്ടായി, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഭവനമാണ്. യേശുതമ്പുരാൻ മോശയേക്കാൾ വലിയവനാണ്. ഇസ്രായേൽ മക്കളുടെ വിശ്വാസമനുസരിച്ച് അവർക്ക് ദൈവം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പറയുന്നത് മോശയായിരുന്നു. കാരണം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കാണിക്കുകയും ദൈവത്തിൽ നിന്ന് 10 കൽപ്പനകൾ ഏറ്റുവാങ്ങുകയും സീനായി മലയിൽ ദൈവത്തോട് അഭിമുഖമായി നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പിൻഭാഗം കാണുവാൻ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്ത ഏറ്റവും വലിയ ഉന്നത നിലയിലുള്ള പ്രവാചകനായിരുന്നു മോശ. ഇസ്രായേൽ മക്കൾക്ക് പ്രവാചകന്മാരിൽ ഉന്നതനാണ് മോശ. ആ ഒരു വിശ്വാസം ആണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തെ നയിച്ചിരുന്നത്. എന്നാൽ ആ വിശ്വാസത്തിലേക്ക് പുതിയ ഒരു ചിന്ത പൗലോസ് ശ്ലീഹ നൽകുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, പുത്രൻ തമ്പുരാൻ, യേശു തമ്പുരാൻ മോശയേക്കാൾ വലിയവനാണ്. കാരണം മോശ ദൈവത്തിൻ്റെ ഭവനത്തിലെ ഭൃത്യൻ മാത്രമായിരുന്നു. ഭൃത്യൻ എന്ന് പറഞ്ഞാൽ യഹോവ എന്ത് കൽപ്പിക്കുന്നു അത് ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നാവായി നിന്നുകൊണ്ട് ദൈവം കൽപ്പിക്കുന്നത് വിളിച്ചു പറയുക, ദൈവം ആജ്ഞാപിക്കുന്നത് ചെയ്യുക, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഭൃത്യനായ മോശ എന്ന പ്രവാചകൻ. എന്നാൽ യേശു അങ്ങനെയല്ല. എന്ത് ചെയ്യണമെന്ന് കൽപ്പിക്കുന്നവനാണ് യേശു തമ്പുരാൻ. കാരണം അവൻ ആ ഭവനത്തിൻ്റെ ഉടയവനാണ്, ഉടമസ്ഥനാണ്. മോശ ഭൃത്യനായിരുന്നു എങ്കിൽ യേശു ഭവനത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ യേശു തമ്പുരാൻ്റെ ഭൃത്യനായിരുന്നു, ദാസനായിരുന്നു മോശ എന്നുള്ള ഒരു പഠനത്തിലേക്കാണ് പൗലോസ് ശ്ലീഹ ഈ വേദഭാഗത്തെ നമ്മിൽ വരച്ച് കാട്ടിയത്. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു ഭവനം, ആ ഭവനത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായി ആ ഭവനത്തിലുണ്ട്, ദൈവത്തിൻ്റെ ഭവനത്തിലുണ്ട്. നാമും ദൈവത്തിൻ്റെ ഭവനമാണ്. പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. അങ്ങനെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി ദൈവം നമ്മെ തീർത്ത ആ വലിയ പദവി ആണ് നമ്മൾ കഴിഞ്ഞ വേദഭാഗത്തിലൂടെ ചിന്തിച്ചത്. ഇന്ന് ആ പദവി നഷ്ടപ്പെട്ടു പോകാതെ ഉറപ്പുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുന്നതാണ് എബ്രായ ലേഖനം 3-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ദൈവഭവനത്തിലെ അംഗങ്ങളായിരിക്കുവാനുള്ള ഭാഗ്യകരമായ പദവി ദൈവം നമുക്ക് ക്രിസ്തു മുഖാന്തരം നൽകിയിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ആ പദവി നഷ്ടപ്പെടുത്തി കളയുന്നതായ ഇസ്രായേൽ മക്കളുടെ ഉദാഹരണങ്ങൾ വരച്ച് കാട്ടിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവം മുൻപാകെ നമുക്ക് വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ ഭവനമായി, അവിടുത്തെ ഭവനത്തിലെ അംഗങ്ങളായി ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഭാഗ്യകരമായ പദവി നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇത്ര വലിയ രക്ഷയും പദവിയും നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുമ്പോൾ ദൈവമേ, അതിൽ നിന്ന് വീണു പോകുവാൻ ഞങ്ങൾക്ക് ഇടയായി തീരരുതേ. പിന്നെയോ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, ക്രിസ്തുവിനെ മുറുകെ പറ്റുന്നവരായി, വിശ്വാസത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കപ്പെടുന്നവരായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. അല്പസമയം നിൻ്റെ പാദപീഠത്തിലിരുന്ന് അവിടുത്തെ വചനങ്ങൾ ഞങ്ങൾ ധ്യാനിക്കട്ടെ.
നിൻ്റെ പരിശുദ്ധാത്മ ജ്ഞാനവും നൽവരവും ഞങ്ങൾക്ക് നൽകണമേ. ദൈവവിശ്വാസത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെന്നാളും നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളായി ആ ഭാഗ്യ പദവി അലങ്കരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിട്ടുള്ള സ്വർഗീയമായ വിളി നൽകി ആ ഭവനത്തിലെ അംഗങ്ങളാക്കി നമ്മെ തീർത്തിരിക്കുന്നു. എന്നാൽ പലപ്പോഴും ഈ ദൈവഭവനത്തിൽ ആ വിളിക്ക് യോഗ്യരായി ആ സ്വർഗീയമായ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ അതിൽ നിന്ന് വീണുപോകുന്ന അവസ്ഥയെക്കുറിച്ചും ഈ വേദഭാഗത്തിലൂടെ 95-ാം സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 95-ാം സങ്കീർത്തനം 8-ാം വാക്യം: മെരീബായിലെ പോലെയും മരുഭൂമിയിലെ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികൾ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ദൈവം വിളിച്ച് വേർതിരിച്ച് അവരുടെ സഹയാത്രികനായി കൂടെ നടന്നവനായ ഒരനുഭവം ദൈവത്തെക്കുറിച്ച് ഇസ്രായേൽ മക്കൾക്കുണ്ട്. കാരണം ഇസ്രായേൽ മക്കളുടെ മരുഭൂപ്രയാണത്തിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ദൈവം അവരോടൊപ്പം യാത്ര ചെയ്തു. ദൈവസാന്നിധ്യം അവരുടെ എല്ലാ വഴികളിലും അവരെ കാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടായിരുന്നു. യുദ്ധങ്ങളും പലതരമായ പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നപ്പോഴും അവരുടെ നിലവിളി കേട്ട് ദൈവം അത്ഭുതകരമായി അവരെ വഴി നടത്തി. മോശയോട് ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേൾക്കുന്നു, അവരുടെ കണ്ണുനീര് ഞാൻ കാണുന്നു, അവരുടെ വേദന കാണുന്നു. എൻ്റെ ജനം ഈജിപ്തിൽ മിസ്രൈമിൽ കഷ്ടപ്പെടുന്നു, അവരെ വീണ്ടെടുക്കണം. അതിനുവേണ്ടി മോശയെ ദൈവം തമ്പുരാൻ ഈജിപ്തിലേക്ക് അയച്ചു. അത്ഭുതകരമായ വിടുതൽ. ദൈവം അവരോടൊപ്പം യാത്ര ചെയ്തു. എല്ലാ പ്രതിസന്ധികളിലും അവരെ വിടുവിച്ചു. വിശന്നപ്പോൾ മന്നായെയും കാടപ്പക്ഷിയെയും അവൻ അവർക്ക് കൊടുത്തു. ദാഹിച്ചപ്പോൾ വെള്ളം കൊടുത്തു. അങ്ങനെ എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം അവരെ നടത്തിയത്. പക്ഷേ ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയിട്ടും അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു, ദൈവത്തെ നിരസിച്ചു, ദൈവത്തിൽ നന്യമായി പോയി. അങ്ങനെ ആ സ്വർഗീയമായ വിളിക്ക്, ആ സ്വർഗീയമായ കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ കഴിയാതെ പട്ടുപോയ, നശിച്ചുപോയ ഒരവസ്ഥയെക്കുറിച്ചാണ് പൂർവ്വ പിതാക്കന്മാരെക്കുറിച്ച് 95-ാം സങ്കീർത്തനം 8-ാം വാക്യം മുതൽ അവിടെ പറയുന്നത്. അവിടെ ദൈവത്തോട് വഞ്ചന കാട്ടിയവർ, ദൈവത്തോട് അവിശ്വസ്തത കാട്ടിയവർ, ദൈവത്തെ തള്ളിപ്പറഞ്ഞവർ, ദൈവത്തോട് കലഹിച്ചവർ നശിച്ചുപോയി എന്ന് പറയുന്നു. അതുകൊണ്ട് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവഭവനമായി ദൈവത്തിൻ്റെ മക്കളായി നമ്മെ രൂപപ്പെടുത്തിയ ആ വലിയ പദവിയിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് മശിഹ തമ്പുരാൻ സ്വർഗീയമായ വിളി നമുക്ക് നൽകി അതിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിറുപിറുക്കുന്നവരും വഞ്ചനയിലൂടെ, അവിശ്വസ്തതയിലൂടെ, അന്ധവിശ്വാസത്തിലൂടെ, പാപത്തിൻ്റെ അനുഭവത്തിലൂടെ ഈ ദൈവത്തോട് മറുതലിച്ച് വീണു പോകുവാൻ നമ്മൾ ഇടയായി തീരരുത്, നശിച്ചു പോകുവാൻ ഇടയായി തീരരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട്
ഇസ്രായേൽ മക്കളെയും ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസികളെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വിശ്വാസികളും മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ മക്കളും 95 സങ്കീർത്തനം 8 മുതലുള്ള വാക്യത്തിലൂടെ ഒരു താരതമ്യ പഠനവും ഒരു ബോധവൽക്കരണവും വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുവാനുള്ള ഒരാഹ്വാനവുമാണ് പൗലോസ്ലീഹ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ പൗലോസ്ലീഹ ഈ പുതിയ തലമുറയ്ക്ക് നൽകുന്നതായ മുന്നറിയിപ്പും ആഹ്വാനവും. മരുഭൂമിയിൽ ജലക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പിറുപിറുത്തു. അതുകൊണ്ടാണ് 95 സങ്കീർത്തനം 8 വാക്യത്തിൽ പറയുന്നത്, മെരീബായിലെ പോലെയും മരുഭൂമിയിലെ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പുറപ്പാട് പുസ്തകം 17 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കലഹം നടക്കുന്നുണ്ട്, വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു കലഹം. ഒന്നാമത്തേത് സംഖ്യാപുസ്തകത്തിൽ കാദേശിൽ വെച്ചൊരു കലഹം നടക്കുന്നുണ്ട്, അതും വെള്ളത്തിന് വേണ്ടിയാണ്. മെരീബ കലഹത്തിൻ്റെ സ്ഥലം, കലഹജലം അല്ലെങ്കിൽ കലഹസ്ഥലമെന്ന് പറയും. മസ എന്ന് പറഞ്ഞാൽ രഫിദീമിൽ വെച്ച് ഇവിടെ പറയുന്നുണ്ട്, മെരീബായിലെ പോലെയും മരുഭൂമിയിലെ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിൽ നിന്നും ജലം ലഭിക്കാതെ വന്നപ്പോൾ, മരുഭൂമിയിൽ ദാഹിച്ചപ്പോൾ അവർ ദൈവത്തോട് പിറുപിറുത്തു, അവർ കലഹമുണ്ടാക്കി. അവർ പറയുകയാണ്, എന്തിനാ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത്? ഇവിടെ ദാഹജലമില്ലാതെ മരിച്ചു വീഴാൻ വേണ്ടിയായിരുന്നോ? ഇതിലും ഭേദം ഞങ്ങൾ മിസ്രൈമിൽ കിടന്നാൽ പോരായിരുന്നോ? ഒരിടത്ത് മിറിയാം കലഹമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് മിറിയാമിൻ്റെ ശരീരം മുഴുവനും വെളുത്ത കുഷ്ഠം ബാധിച്ചത്. കലഹത്തിൻ്റെ സ്ഥലം. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കും, നമ്മൾ ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. അത് കിട്ടാതെ വന്നാൽ പിറുപിറുക്കും, കിട്ടിക്കഴിയുമ്പോൾ സന്തോഷിക്കും. സന്തോഷത്തേക്കാൾ കൂടുതൽ പിറുപിറുപ്പാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലുള്ളത്. മറ്റുള്ളവർക്ക് ലഭിച്ചതായ സന്തോഷങ്ങൾ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കിട്ടാത്തതായതിനെ ഓർത്ത് പരിഭവിക്കുന്ന, പിറുപിറുക്കുന്ന അനുഭവം, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അനുഭവം. അങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് വീണു പോകുന്നവരായി ഞാനും നിങ്ങളും തീരരുത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിമോചനം അനുഭവിച്ചവരും ദൈവത്തോട് ഉടമ്പടിയിൽ ഇറങ്ങിയവരുമാണ്, ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ മക്കൾ. അതുപോലെ നാമും ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തവരാണ്. ക്രിസ്തീയമായ സ്നാനം, മാമോദീസ ദൈവത്തോടുള്ള ഉടമ്പടിയാണ്. പിശാചിനെ ഉപേക്ഷിച്ചിട്ട്, സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഭൗതികമായ വസ്ത്രം മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വസ്ത്രം നമ്മൾ ധരിച്ചു. പരിശുദ്ധ മൂറോനാകുന്ന അഭിഷേകം നമ്മൾ പ്രാപിച്ചു. പ്രകാശത്തിൻ്റെ വസ്ത്രം നമ്മെ ധരിപ്പിച്ചു. പിശാചിനെ ഉപേക്ഷിച്ച്, സാത്താനെ ഉപേക്ഷിച്ച് പുത്രസ്വീകാര്യമാകുന്ന നൽവരം പ്രാപിച്ച്, ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷകനായി സ്വീകരിച്ച് ആ ഉടമ്പടിയുടെ മകനായി, മകളായി ഞാനും നിങ്ങളും ക്രിസ്തുവിനോട് ചേർന്നു. അപ്രകാരമുള്ള ഒരു കൂടിച്ചേരൽ, ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നാകേണ്ടതിന് തന്നെ എന്ന് കൽപ്പിച്ചവനായ കർത്താവ്, ആ കർത്താവിൽ ഒന്നായിത്തീരുന്ന അനുഭവത്തിലേക്കാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടത്. ആ സ്വർഗീയ വിളിക്ക് നമ്മൾ ഓഹരിക്കാരായിട്ടും ആ ദൈവത്തിൻ്റെ വിളിക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ ആ കർത്താവിൻ്റെ കൽപ്പനകളെയും വചനങ്ങളെയും അനുസരിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് വന്നതായ അതേ നാശത്തിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിലും വന്ന് ഭവിക്കുമെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകണം എന്നാണ് പൗലോസ്ലീഹ ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എബ്രായ ലേഖനം 3 അധ്യായം 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ,
ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ സൂക്ഷിക്കുവീൻ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്ന് പോകാതിരിക്കത്തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിൽ ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ക്രിസ്തുവിൽ ആയിത്തീർന്നവരാണ് നമ്മൾ എന്നുള്ള ബോധ്യം. അവിശ്വാസം പാടില്ല. ദുഷ്ടചിന്തകൾ ഉണ്ടാകുവാൻ പാടില്ല. 1-ാം സങ്കീർത്തനത്തിൽ നിന്ന് പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അതിൽ സന്തോഷിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ദുഷ്ടൻ്റെ ആലോചനകൾ എൻ്റെ മനസ്സിലേക്ക് വന്നാൽ നീ പോകുന്നത് പാപിയുടെ വഴിയിലേക്കാണ്. ഒന്നിനോടൊന്ന് കണക്റ്റ് ചെയ്താണത് പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അങ്ങനെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ നടന്നാൽ എവിടെ ചെന്ന് നിൽക്കും? പാപികളുടെ വഴിയിൽ ചെന്ന് നിൽക്കും. ആ പാപികളുടെ വഴിയിലൂടെ നീ നിന്നാൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ ദുഷ്ട ആലോചനയാണ് നിന്നെ പാപികളുടെ വഴിയിലേക്ക് നടത്തുന്നത്. ദുഷ്ട ആലോചനയാണ് നിന്നെ പാപിയുടെ വഴിയിലേക്ക് നടത്തുന്നതും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നിന്നെ ഇരുത്തുന്നത്. നീ അങ്ങനെ ആകരുത്. അതുകൊണ്ട് അവർ ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതെയും പാപികൾ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പിന്നെ നീ എന്താണ് ചെയ്യേണ്ടത്? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവൻ ഭാഗ്യവാൻ. അവനാണ് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകരുത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ തക്കവണ്ണമുള്ള ദുഷ്ടഹൃദയം, അവിശ്വാസമുള്ള ഹൃദയം നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല അവിടെ പറയുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കേണ്ടതിന് നാം ക്രിസ്തുവേശുവിൽ പങ്കാളികളാകുന്നു. അപ്പോൾ ദുഷ്ടഹൃദയമുണ്ടാകരുത്, അവിശ്വാസമുണ്ടാകരുത്. വീണ്ടും അവിടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളിലാരും പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഹൃദയം കല്ലുപോലെ ആയിത്തീരരുത്. ഒരു ദയവില്ലാത്ത മനുഷ്യൻ, അലിവില്ലാത്തവൻ, ഇവൻ്റെ മനസ്സ് എത്രയോ കഠിനമാണ് എന്ന് പലരും നമ്മളെ ചൊല്ലി പറയാറില്ലയോ? എത്ര കഠിനമായ മനുഷ്യൻ. നമ്മൾ മറ്റുള്ളവരെ പറ്റി പറയാറുണ്ട്, കല്ലുപോലെയുള്ള മനുഷ്യൻ. എന്നാൽ പാട്ടുകാരൻ പാടുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം വരുമ്പോൾ കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും നിൻ്റെ ആത്മാവ് മെഴുകുപോലെ ഉരുക്കും. കല്ലുപോലുള്ള ഹൃദയമുള്ളവരാകാൻ വേണ്ടിയല്ല, മെഴുകുപോലെ ഉരുകുന്ന ഹൃദയമുള്ളവരായിട്ട് നമ്മൾ തീരണം. അതുകൊണ്ട് വഞ്ചന നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിനമുള്ളിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പ്രബോധിപ്പിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഉപദേശിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ മറ്റുള്ളവരെ നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവികമായ സ്നേഹമാകുന്ന പ്രബോധനം, ഉപദേശം അവർക്ക് നൽകണം എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാൻ പ്രേരണ നൽകുന്ന സകല സ്വാധീനങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ആത്മാവിൻ്റെ സർവായുധ വർഗം പാട്ടുകാരൻ പാടുന്നല്ലോ, അരയ്ക്ക് സത്യവും നീതി കവചവും രക്ഷയിൻ ശിരസ്ത്രവും അണിഞ്ഞൊരുങ്ങണം, പാപത്തോടു നാം പോരാടണം, പ്രാണത്യാഗത്തോളവും എതിർത്തു നിൽക്കണം. പ്രാണത്യാഗത്തോളം നമ്മൾ എതിർത്ത് നിൽക്കണം. ആരോടാ? പാപത്തോട് പോരാടുവാൻ. ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം, വിശ്വാസമാം പരിചയേന്തണം, അരയ്ക്ക് സത്യവും നീതി കവചവും രക്ഷയിൻ ശിരസ്ത്രവും അണിഞ്ഞൊരുങ്ങണം. പാപത്തോട് പോരാടി രക്ഷയുടെ ശിരസ്ത്രം അണിഞ്ഞു നിൽക്കുവാൻ സാധിക്കണം. നിങ്ങൾ വഞ്ചനയുള്ളവരാകരുത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുത്.
ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ തക്കവണ്ണമുള്ള കഠിനമായ ഹൃദയം നിങ്ങൾക്കുണ്ടാകരുത്. വഞ്ചനയും ചതിയും ദുഷ്ടഹൃദയവുമൊക്കെ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നാം ക്രിസ്തുവിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാകുന്നു. സ്വർഗീയമായ വിളിക്ക്, ദൈവ വിളിക്ക് യോഗ്യരായവരാണ്. ആ അവകാശത്തിൽ എന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ ക്രിസ്തുവിൽ ചേർന്ന് നിൽക്കേണ്ടതായ ഉത്തരവാദിത്തമാണ് എല്ലാ ക്രിസ്തീയ കൂട്ടായ്മകൾക്കുമുള്ളത്. ആരാധനകൾ നമ്മളെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്നു. വിശുദ്ധ കുർബാനാനുഭവം നമ്മെ ക്രിസ്തുവിൽ വസിക്കുമാറാക്കുന്നു, ക്രിസ്തു നമ്മിൽ വസിക്കുമാറാക്കുന്നു. കൂട്ടായുള്ള പ്രാർത്ഥന 2-3 പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ കടന്നു വരുമെന്ന് വാക്ക് നൽകിയ കർത്താവിൻ്റെ ആ കൂട്ടായ്മയിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം, അതിനുവേണ്ടി ഉത്സാഹിക്കുവാൻ തക്കവണ്ണം, അതിനുവേണ്ടി പരസ്പരം ഉപദേശിക്കുവാൻ തക്കവണ്ണം, പ്രബോധിപ്പിക്കുവാൻ തക്കവണ്ണം, ആത്മാവിൽ, വചനത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തീയ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കും. അതെന്നാണ്? ഇന്ന് എന്നുള്ള കാലത്തോളം. ഇന്ന് ദൈവം നൽകിയിരിക്കുന്ന അനുഭവം അത് വർത്തമാന കാലമാണ്. ഇന്നലെ വരെയുള്ള കാലം പോട്ടെ, ഇന്ന് ആകുന്നു രക്ഷാദിവസം, ഇന്നാകുന്നു സുപ്രസാദ കാലം. നിനക്ക് മാനസാന്തരപ്പെടുവാൻ, ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം നിനക്ക് നൽകപ്പെട്ടതായ നിമിഷമാണ് ഈ നിമിഷം. നാളെ എൻ്റേതല്ല, അടുത്ത നിമിഷം എൻ്റേതോ നിൻ്റേതോ അല്ല, ദൈവത്തിൻ്റേതാണ്. ദൈവം അടുത്ത നിമിഷം തന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത നിമിഷമുള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്ന് പറയുന്നിടത്തോളം കാലം അവിടെ വ്യക്തമായി പറയുന്നു, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കരുത്. ഇന്ന് വർത്തമാനകാലം, ഇന്ന് നമുക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാകുവാൻ, ദൈവത്തെ പ്രകീർത്തിക്കുവാൻ, ക്രിസ്തീയ മക്കളായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന അവസരമാണ് ഇന്ന് എന്ന് പറയുന്നത്. സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. ഇന്ന് എന്ന് പറയുന്നത് ദൈവത്തെ പ്രകീർത്തിക്കുവാനും ഉള്ള ദിവസമാണ്. ഇന്ന് എന്ന് പറയുന്നത് 14-ാം വാക്യത്തിൽ പറയുന്നു, ആദ്യ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനുള്ള ദിവസമാണ്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നിങ്ങൾ ക്രിസ്തുവേശുവിൽ പങ്കാളികളാകും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ മാമോദീസായിലൂടെ നമ്മൾ സ്വീകരിച്ച് ഏറ്റുപറഞ്ഞതായ ഒരു വിശ്വാസമുണ്ട്. എൻ്റെ കർത്താവേ, ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. മശിഹായെ, ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. സാത്താനെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞതായ ഒരു വിശ്വാസം, ആ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ ക്രിസ്തുവേശുവിൽ ഞാനും നിങ്ങളും പങ്കാളികളാകും. ആ വിശ്വാസം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുന്നവരല്ല, വഴിതെറ്റിപ്പോകുന്നവരല്ല, വഴിമാറി സഞ്ചരിക്കുന്നവരല്ല, അന്ധവിശ്വാസത്തിലേക്കും അവിശ്വാസത്തിലേക്കും മാറിപ്പോകുന്നവരായിട്ടല്ല. ആദ്യ വിശ്വാസം, അബ്രഹാമിൻ്റെ വിശ്വാസം, പിതാക്കന്മാരുടെ വിശ്വാസം, ക്രിസ്തു തമ്പുരാൻ നമ്മെ ഏൽപ്പിച്ചതായ, പിതാക്കന്മാർ നമ്മെ ഏൽപ്പിച്ചതായ വിശ്വാസം, ആ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി തീരുവാൻ തക്കവണ്ണം, അതിനായി ഈ പഠനങ്ങൾ നമ്മെ സഹായിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലുള്ള പങ്കാളിത്തമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലുള്ള നമ്മളുടെ ജീവിത അനുഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിലുള്ള പങ്കാളിത്തം അവൻ്റെ തിരിശരീര രക്തങ്ങളുടെ അനുഭവത്തിലൂടെ, അവനിൽ വസിക്കുന്നതിലൂടെ, ഞാൻ അവനിൽ വസിക്കുന്നവരിലൂടെ, അങ്ങനെ ക്രിസ്തുവേശുവിലുള്ള പങ്കാളിത്തത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും അതിനായി സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.